നമസ്കാരം. തേർഡ് ന്യൂസിലേക്ക് സ്വാഗതം. പണ്ടു തൊട്ടേയുള്ള ആളുകൾ നാഗമാണിക്യം മൂർഖൻ പാമ്പിന്റെ തലയിൽ നിന്നും ഉത്ഭവിക്കുന്നു എന്നാണ് വിശ്വസിക്കപ്പെടുന്നത്. ദൈവിക ശക്തി, സംരക്ഷണം, ഭാഗ്യം തുടങ്ങിയവയാണ് വിശ്വാസികളെയും അവിശ്വാസികളെയും ഒരുപോലെ ഈ പുരാതന രത്നം ആകർഷണമാക്കാൻ കാരണമാകുന്നത്. നാഗമാണിക്യം, നാഗരത്നം, നാഗറൂബി എന്നിങ്ങനെ വിളിപ്പേരുകളുമുണ്ട്. കഥകളിൽ മാത്രം പ്രചരിക്കുന്ന ഇവയെ ആരും കണ്ടിട്ടുമില്ല. ഇതിന്റെ പേരിൽ പറ്റിക്കപ്പെടുന്നവരും നിരവധിയാണ്. നാഗമാണിക്യം ഇന്നും പലരെയും ആകർഷിക്കാറുണ്ട്. ഇന്നത്തെ കാലത്തും നാഗമാണിക്യത്തിനു വേണ്ടി പണം നൽകി പറ്റിക്കപ്പെടുന്നവരുമുണ്ട്. നാഗമാണിക്യം സത്യമാണെന്നും കെട്ടുകഥയാണെന്നും പറയുന്ന രണ്ട് വിഭാഗക്കാരുണ്ട്. സത്യത്തിൽ എന്താണ് നാഗമാണിക്യം? സംസ്കൃതത്തിൽ നിന്നാണ് നാഗമണി എന്ന പദമുണ്ടായത്. നാഗ എന്നാൽ പാമ്പ്, മാണിക്യം എന്നാൽ രത്നവുമാണ്. പരമ്പരാഗത വിശ്വാസങ്ങൾ പ്രകാരം നാഗമാണിക്യം വിഷപ്പാമ്പുകളുടെ തലയ്ക്കുള്ളിൽ രൂപം കൊള്ളുന്നു. സാധാരണയായി മൂർഖൻ പാമ്പിലാണ് ഇത് കാണപ്പെടുക. ഇരുട്ടിൽ നാഗരത്നങ്ങൾ വെട്ടിത്തിളങ്ങും. ഇത് കൈവശം വെക്കുന്നവർക്ക് ആത്മീയവും ഭൗതികവുമായ ശക്തി നൽകുമെന്നാണ് പറയപ്പെടുന്നത്. രത്നങ്ങളിൽ നിന്നും വരുന്ന പ്രകാശത്തിന്റെ വെളിച്ചത്തിൽ ഇരുട്ടിലും പാമ്പുകൾക്ക് സഞ്ചരിക്കാൻ കഴിയും. മാണിക്യം തലയിൽ അണിയുന്ന നാഗങ്ങൾ അപകടഘട്ടത്തിൽ രത്നം വിഴുങ്ങുമെന്നും പറയപ്പെടുന്നു. എന്നാൽ ഇതെല്ലാം കെട്ടുകഥകളാണെന്നാണ് ആധുനിക ശാസ്ത്രം പറയുന്നത്. മൂർഖൻ പാമ്പുകൾക്ക് മുത്തുകൾ രൂപപ്പെടുത്താനുള്ള ശാരീരികമായ കഴിവില്ലെന്ന് ശാസ്ത്രജ്ഞർ പറയുന്നു. നാഗമാണിക്യം എന്ന് പറയപ്പെടുന്ന പാമ്പ് മുത്തുകൾ പിത്താശയ കല്ലുകളാകാം. ഭൂഗർഭങ്ങളിൽ സ്ഥിതി ചെയ്യുന്ന ധാതുക്കളിൽ നിന്നുമാണ് ഇവയുടെ ഉത്ഭവം. അവയ്ക്ക് അമാനുഷിക ഗുണങ്ങളില്ലെന്നാണ് ശാസ്ത്രത്തിന്റെ അവകാശവാദം. നാഗമാണിക്യം എന്ന മിത്ത് നിലനിൽക്കുന്നതിന് കാരണം തന്നെ നാഗിൻ പോലുള്ള സിനിമകളും TV ഷോകളും ഐതിഹ്യങ്ങളും മാത്രമാണെന്നും അവർ പറയുന്നു.